ശ്രീ സേനാപതി വേണു, ഇപ്പോൾ കേരളത്തിൽ LDFും UDFും തമ്മിലാണ് നേർക്കുനേർ മത്സരം നടക്കുന്നത്. ത്രികോണ മത്സരം തന്നെയാണ് സ്വാഭാവികമായും, കാരണം BJP കൂടി ഉള്ളതുകൊണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് പൂർണ്ണമായും 20 മണ്ഡലങ്ങളിലും അത് ആ നിലയിൽ തന്നെ ഒരു ചിത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ രാജ്യത്ത് ആകെയുള്ള 20 ലോക്സഭാ സീറ്റുകളും, ഈ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളും മോദി സർക്കാരിനെതിരായ BJPക്കെതിരായ ഒരു പൊതു രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നതാവുകയും ആ നിലയിൽ MP മാരെ വിജയിപ്പിച്ചെടുക്കാനും പോകുന്ന ഒരു നാടാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴും അതിൻ്റേതായ ഒരു വലിയ ആനുകൂല്യം, ഇപ്പോൾ 2019 ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിൻ്റെ ഒരു മുന്നണി മാത്രമാണ് ഉണ്ടായിരുന്നത്, UPA എന്ന മുന്നണിയാണ്. ഇതിപ്പോൾ ഇന്ത്യ മുന്നണി അതിനും അപ്പുറം വിപുലമായിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു പാർട്ടികൾ, ഇടതു പാർട്ടികൾ, കോൺഗ്രസ്, ഇതെല്ലാം ചേരുന്ന വിപുലമായൊരു സംവിധാനമാണ്. അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് നിൽക്കുമ്പോഴും കേരളത്തിൻ്റെ മോദി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം നേടാൻ കഴിയാത്ത വിധം പല വിഷയങ്ങളും ഈ പ്രചരണ കാലത്ത് നിങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണല്ലോ കണ്ടത്. അല്ല ശരത്തെ, ഞങ്ങളെ ഒന്നും പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഞങ്ങൾ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും മേൽക്കൈയിൽ നിൽക്കുകയാണ്. അത് എല്ലാ സർവേകളും, വിവിധങ്ങളായി നടന്നിട്ടുള്ള എല്ലാ സർവേകളിലും പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 19 നിന്ന് അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ കോട്ടയം പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടെ 18 പ്ലസ് 2 സേനാപതി, ആ സർവേ ഒക്കെ ശരിയായിരുന്നെങ്കിൽ 2021 ഇപ്പോൾ കേരളം ഭരിക്കേണ്ടത് UDF ആയിരുന്നു. ഇപ്പോഴത്തെ പല മന്ത്രിമാരും നിയമസഭ പോലും കാണില്ലായിരുന്നു. സർവേയിൽ അങ്ങനെ ആയിരുന്നല്ലോ. ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടതാണ് അന്നത് കണ്ടപ്പോൾ എല്ലാവരും. ആ കൂട്ടർ തന്നെയാണ് സർവേ ആയിട്ട് വീണ്ടും വന്നിട്ടുള്ളത്. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജിയും അസംബ്ലി തെരഞ്ഞെടുപ്പിലെ അതോടൊപ്പം അല്ല അതെ അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആളുകൾ നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് എല്ലാ കാലഘട്ടത്തിലും UDFന് അനുകൂലമായി നിലകൊള്ളുന്ന ഒരു കാഴ്ച. അപ്പം ഇനി 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് ഉത്തമമായ ഒരു വിശ്വാസം 2019 കുറച്ചുകൂടി മികച്ച രീതിയിൽ, ആ കുറച്ചുകൂടി മികച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2019 നഷ്ടപ്പെട്ട സീറ്റ് ഉൾപ്പെടെ 20 സീറ്റിലും മേധാവിത്വത്തിലാണ് ഇപ്പോൾ UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. അത് കുറച്ചുകൂടി എന്താ പറഞ്ഞ പോളിംഗിന്റെ ദിവസങ്ങളിൽ അടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലേക്ക് ഞങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കുന്ന നിലയിൽ അതാണ് പൊതുവായിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കാണുന്നത്. പിന്നെ എൻ്റെ ബഹുമാന്യായ സ്നേഹിതൻ KT ഇവിടെ സൂചിപ്പിച്ച്, ഞാൻ KTയോട് വിനയപുരസരം, ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നുള്ള KT അങ്ങയുടെ പ്രചരണമൊക്കെ CPM നടത്താം. ഞാൻ അങ്ങയോട് ബഹുമാനപുരസരം ചോദിക്കുന്നു, 543 പാർലമെന്റ് സീറ്റുകളിൽ CPM മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്ര? നിങ്ങളതിൽ അസാമിലെ എന്താ പറഞ്ഞ ഫാസിസത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ഇവിടെ വളരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവിടെയൊക്കെ എവിടെയെങ്കിലും ഒരു സീറ്റിൽ BJP മത്സരിക്കുന്ന ഒരു സീറ്റിൽ BJPക്കെതിരെ മത്സരിക്കാനുള്ള ശേഷിയോ അതല്ലെങ്കിൽ അതിനുള്ള വോട്ടിംഗ് സംഖ്യയോ ഇന്ത്യയിൽ എവിടെ നിങ്ങൾക്കുണ്ട്? 20 സീറ്റ് കൊണ്ട് ഫാസിസത്തെ തടയാൻ പറ്റത്തില്ല. ഫാസിസത്തെ തടയണമെങ്കിൽ 543 സീറ്റുകളിൽ 272 + 1 273 എത്തിയാലേ ഫാസിസത്തെ തടഞ്ഞ അധികാരത്തിൽ എത്താനായിട്ട് കഴിയും. ഫാസിസത്തെ തടയാൻ പറ്റുമോ? ഏതാ കോൺഗ്രസിന്റെ 40 44 സീറ്റ് കൊണ്ട് ഫാസിസത്തെ തടയാൻ പറ്റുമോ? അല്ല, ഏതായാലും ഇതെല്ലാവരും കൂടി ചേരുമ്പോഴേ ആ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ശക്തി ആർജിക്കാൻ കഴിയുന്ന ആർക്കാണ് അറിയാത്തത്? കോൺഗ്രസ് ഈ 44 നിങ്ങൾ തന്നെ എത്ര സീറ്റിലേക്ക് ഉയരും? ഈ 44 നിന്ന് പരമാവധി അത് തന്നെ വളരെ കഷ്ടപിടിച്ചൊരു കാലത്താണ് നിൽക്കുന്നത്. പരസ്പരം ആക്ഷേപിക്കുന്നതിൽ സേനാപതി എന്തർത്ഥമാണുള്ളത്? അല്ല, ആക്ഷേപം ആരാണ് നടത്തുന്നത്? ആക്ഷേപം നടത്തുന്ന ആളെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ബീരേൻ സിംഗ് സർക്കാരിന്, കോൺഗ്രസിന് 2012 48 MLA-മാർ മണിപ്പൂരിൽ, 2017 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അത് 28 ആകുന്നു. എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ബീരേൻ സിംഗും കൂട്ടരും അപ്പാടെ കോൺഗ്രസ്സുകാർ നേരെ BJPക്കാരാകുന്നു, മണിപ്പൂർ സർക്കാരുണ്ടാകുന്നു. സംഘ് പരിവാറിലെ പരമ്പരാഗത സംഘ് പരിവാറുകാരേക്കാൾ ഏറ്റവും വലിയ തീവ്ര ഹിന്ദുത്വവാദികളായ ബീരേൻ സിംഗും കൂട്ടരും മാറുന്നു. മണിപ്പൂരിൻ്റെ അവസ്ഥ എന്താണ്? ഹിമന്ത ബിശ്വ ശർമ്മ ആരാണ്? കോൺഗ്രസ് നേതാവാണ്. അയാളാണ് അപ്പുറത്ത് പോയി
RSSകാർക്കൊപ്പം ചേർന്ന് BJPക്കാരനായി മാറി, മുഖ്യമന്ത്രിയായി, ഏറ്റവും വലിയൊരു ഓർഗനൈസറായി, ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓർഗനൈസറായി മാറി. അയാളാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് മറുപടി പറയാമല്ലോ. പകരം നിങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ ശേഷിയുണ്ടോ എന്ന് ചോദിക്കുന്നതാണോ അതിൻ്റെ മറുപടി സേനാപതി? ശരത്തെ, ഞാൻ അതിന്റെ മറുപടി ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന, ഇപ്പോഴും എന്റെ ചോദ്യം, ഇപ്പോഴും അസാമിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ തടയണമെങ്കിൽ, അവരെ നേരിടണമെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് അല്ലേ ഉള്ളൂ, കോൺഗ്രസിനല്ലേ അത് കഴിയുള്ളൂ. അതല്ല ഇനിയിപ്പോ നിങ്ങളുടെ ഇടതുപക്ഷ ബ്ലോക്ക് എന്ന് പറയുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു സാന്നിധ്യം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അല്ലേ നിങ്ങൾ ആദ്യം ഏതാ ഉള്ളവരുടെ അവസ്ഥ ഇതാണ്. ഉള്ളവരുടെ അവസ്ഥയിൽ എന്താണ് കുഴപ്പം? ഉള്ളവരുടെ അവസ്ഥയിൽ എന്താണ് കുഴപ്പം? ഞാൻ ചോദിക്കുന്നത്, BJP കരുത്താർജിച്ചത് അവരൊക്കെ ഒന്നാം തരം സംഘപരിവാറുകാരായി മാറി. അവർക്കൊക്കെ അതിന് തക്കതായിട്ടുള്ള അധികാരം നൽകി. അവരൊക്കെ ഏറ്റവും അപകടം പിടിച്ച വർഗീയ ഭരണം കാഴ്ചവെച്ചു അസമിലും. ശരത്തെ, ഞാൻ ചോദിക്കുന്നത്, ആ അസാമിനോട് ചേർന്ന് കിടക്കുന്ന 2 സംസ്ഥാനങ്ങളായിരുന്നല്ലോ ത്രിപുരയും പശ്ചിമ ബംഗാളും. അവിടെ നിങ്ങൾക്ക് 55% വോട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. 10, 35, 40 കൊല്ലക്കാലം തിരുവായിക്ക് എതിർവായില്ലാതെ നിങ്ങളല്ലേ അവിടെ വന്നിരുന്നത്. നിങ്ങൾക്കത് കൽപ്പാന്ത കാലത്തോളം തുടരാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അവിടെ BJP അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി? അപ്പൊ നിങ്ങൾ പറയും കോൺഗ്രസ് അവരെ സഹായിച്ചു. അല്ല, ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ടുകൾ ഇത്രയല്ലേ ഉള്ളൂ. കോൺഗ്രസ് അപ്പാടെ BJP ആയി മാറി. അവിടുത്തെ CPM ആയിക്കോട്ടെ. എന്റെ ചോദ്യം മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അപ്പാടെ BJP ആയാലും നിങ്ങൾക്ക് അവിടെ ഭരിക്കാനുള്ള മജോറിറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് പശ്ചിമ ബംഗാളിൽ കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ. അപ്പൊ മുഖ്യ പ്രതിപക്ഷം ഇനി അപ്പാടെ അപ്പുറത്ത് പോയാലും മൃഗീയ ഭൂരിപക്ഷമുള്ള നിങ്ങൾ എങ്ങനെ അവിടെ ഇല്ലാതായി എന്നതാണ് ആ ഒരർത്ഥം. അത് കൂടെ നിങ്ങളൊന്ന് പറയണ്ടേ? ആ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെ അവിടെ ഇല്ലാതായി? നിങ്ങളിപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺഗ്രസിന്റെ ആ നേതാവ് പോയി, ഈ നേതാവ് പോയി, മറ്റേ നേതാവ് പോയി, ഈ ന്യായീകരണങ്ങളെല്ലാം പറയുമ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന, നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള, നിങ്ങളെ ആർക്കും എതിർക്കാനില്ലാതിരുന്ന ആ 2 സംസ്ഥാനത്തിൽ എങ്ങനെയാണ് അവിടെ BJPയുടെ വളർച്ചയുണ്ടായത്? അതിനൊരു മറുപടി വേണ്ടേ? അതിനൊരു മറുപടി വേണ്ടേ? അതിനൊരു മറുപടി വേണം. ബംഗാളാണ് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യം. അതേസമയം താങ്കൾ തിരിച്ചങ്ങോട്ട് ഉന്നയിച്ച കാര്യങ്ങളുടെ മറുപടിയിലേക്ക് സേനാപതി കടന്നിട്ടുണ്ടോ? മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ മറുപടി. അല്ല, ആസാമിലെ അവിടുത്തെ നിയമസഭയിൽ 2 സീറ്റുകൾ CPM പ്രതിനിധികളാണ്. ആ നിയമസഭ ഉൾക്കൊള്ളുന്ന ലോകസഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് ദുർബലമായ ഒരു സംസ്ഥാനം എന്ന് മാത്രമല്ല, കോൺഗ്രസ് എൻ ബ്ലോക്കായി തൃണമൂലും, ആ തൃണമൂൽ എൻ ബ്ലോക്കായിട്ട് BJPയുമായ സംസ്ഥാനമാണ്. ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്. അദ്ദേഹം ഈ തൃണമൂലുണ്ടാക്കി അദ്ദേഹത്തെ EDയും CBI ഒക്കെ വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹം BJPയിലേക്ക് പോയി. ഇത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും പ്രതിഭാസമാണ്. CPM എന്തുകൊണ്ടാണ് ശിഥിലമായത്, അതെന്തുകൊണ്ടാണ് തകർന്നു പോയത് എന്ന് എൻ്റെ സുഹൃത്ത് സേനാപതി വേണു പറയുമ്പോൾ, ഈ മമതാ ബാനർജിയുടെ കൂടെ ചേർന്ന് CPMനെ തകർക്കുന്ന മഹാസഖ്യം ഉണ്ടാക്കിയ ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പം എന്താണ്, നമ്മൾ ഒന്നിച്ചാണ് ബംഗാളിൽ മത്സരിക്കുന്നത്. പക്ഷേ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ CPMനെയും കോൺഗ്രസിനെയും പെടുത്തുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്ന് പറയാം. ഈ വൈരുദ്ധ്യങ്ങളെ, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി സമീപിക്കാൻ കഴിയാത്ത ഉപരിപ്ലവമായ സമീപനമാണ് രാഹുൽ ഗാന്ധി മുതൽ ഇവിടെ ഈ ചർച്ചയിൽ മിസ്റ്റർ സേനാപതി വേണു വരെ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി വക്താവ് രാജസ്ഥാൻ്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ഒരു നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നിരീക്ഷണം ഓൺലൈൻ പോർട്ടലുകളിൽ ഇപ്പോൾ അത് വന്നു. ആ നിരീക്ഷണം ഞാൻ വായിച്ച് നോക്കുമ്പോൾ 12 സീറ്റുകൾ രാജസ്ഥാനിൽ ഉറപ്പിച്ചിരിക്കുക. അതിലൊന്ന് ഇന്ത്യ മുന്നണിയിലെ ശക്തമായ രാജസ്ഥാനിലെ ഘടകകക്ഷിയായ CPM സിക്കർ സീറ്റാണ്. സിക്കറിൽ CPM മത്സരിക്കുന്ന സീറ്റാണ്. ഒന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എവിടെയും എടുക്കാനും തൊടാനൊന്നും ഇല്ലാത്ത ആളുകളല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഇടതുപക്ഷം. അതോടൊപ്പം തന്നെ എന്താണ്, ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങളെ, ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രതിബദ്ധമായ നിലപാട് BJPയുടെ ഹിന്ദുത്വ അജണ്ടയുമായി ഒരർത്ഥത്തിലും സമരസപ്പെടാതെ, ഒരർത്ഥത്തിലും അതിനനുകൂലമായ ഒരു നിലപാട് ഒരു കാലത്തും എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങളുടെ സ്ഥിതി എന്താ? ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നു, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. പണിയാൻ നിങ്ങളുടെ വക വെള്ളിച്ചില്ല, പ്രാണപ്രതിഷ്ഠയിൽ നിങ്ങളെ പങ്കെടുപ്പിച്ചില്ലെന്നുള്ള പരിഭവം.
എന്നിട്ട് നിങ്ങളുടെ ഹിമാചൽ പ്രദേശ് സംസ്ഥാന സർക്കാർ അന്നേ ദിവസം സ്കൂളുകൾക്ക് അവധി. നിങ്ങളുടെ സിദ്ധാരാമയ്യയുടെ കർണാടകയിലെ സർക്കാർ എന്താണ്, അവിടുത്തെ ആരാധനാലയങ്ങളിൽ പ്രാണപ്രതിഷ്ഠയുടെ അനുബന്ധമായിട്ട് പ്രത്യേക പൂജ. അപ്പോൾ നിങ്ങൾ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. CAA നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര വിഷയമായി ഉയർന്നിരിക്കുക. കേരളം അതൊരു കേന്ദ്ര വിഷയമായി തന്നെ ചർച്ച ചെയ്യുക. പക്ഷേ ഈ പൗരത്വ നിയമത്തിൻ്റെ പ്രാഗ്രൂപം എന്താ, സേനാപതി വേണുവിനെ പോലുള്ള ഒരാൾക്ക് അറിയാതിരിക്കില്ലല്ലോ. 1985 രാഹുൽ ഗാന്ധി അസാം ഗണസംഗ്രാം പരിഷത്തും അസുവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലുണ്ടായ ആസാം അക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ 1987 അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായ ബൂട്ടാ സിംഗ് അവതരിപ്പിച്ച കുടിയേറ്റ വിരുദ്ധ നിയമമല്ലേ? ആ കുടിയേറ്റ വിരുദ്ധ നിയമത്തിലെ ഒരു വ്യവസ്ഥയല്ലേ മുസ്ലിങ്ങളും മുസ്ലിം ഇതരരുമായിട്ട് കുടിയേറ്റക്കാരെ വേർതിരിക്കുന്ന ഒരു വ്യവസ്ഥയല്ലേ ഇന്നത്തെ അമിത്ഷായുടെ ഈ ഭേദഗതിയിലേക്ക്, ഈ മൂല നിയമത്തിൻ്റെ 1955 മതനിരപേക്ഷമായ നമ്മുടെ പൗരത്വ നിയമത്തിൻ്റെ മതാധിഷ്ഠിതമായ ഭേദഗതിയിലേക്ക് എത്തിച്ചത്? അപ്പോൾ കോൺഗ്രസിന് ഹിന്ദുത്വ അജണ്ടയോട്, ഭൂരിപക്ഷ മതവുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വ അജണ്ടയോട് എല്ലാ കാലത്തും ഒരു മൃദു സമീപനമുണ്ട്. അതുമായി നിങ്ങൾ സമരസപ്പെട്ടിട്ടുണ്ട്. അതിനാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരിക. ശരി, അതെങ്ങനെയാണ് വോട്ടർമാർക്കിടയിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് ഏത് നിലയിൽ ഓരോ മേഖലയും എങ്ങനെ സ്വാധീനിക്കും, എങ്ങനെ ബാധിക്കും